നമ്മളുണ്ടല്ലോ, കമ്പാരിസൺ നടത്തുമ്പോൾ നമ്മൾ പറയും നമ്മളിൽ തന്നെ കമ്പാരിസൺ നടത്താൻ. നമുക്ക് പലപ്പോഴും നമ്മുടെ കമ്പാരിസണും നമ്മുടെ എക്സ്പെക്റ്റേഷനുമാണ് നമ്മളെ നിരാശയിലേക്ക് എത്തിക്കുന്നത്. നമ്മളങ്ങനെ നിരാശയിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെവലിലേക്ക് കൊണ്ടുവരാം. എനിക്ക് ഇത്രയൊക്കെ സാധിച്ചല്ലോ എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരണം എപ്പോഴും. അപ്പം നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ കിട്ടും. നമ്മൾ അതുമാതിരി തന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കിട്ടുന്നൊരു കാര്യമാണ്. നമുക്കൊരു വലിയ ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തുമ്പോൾ ആ പോകുന്ന വഴിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് എടുക്കാം. നമ്മൾ പറയില്ലേ, അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സും കൂടി നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷെ ഡോണ്ട് എക്സ്പെക്റ്റ് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിട്ട്. അത് നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പലപ്പോഴും ഈ നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കണം. ചില ആൾക്കാർ ഈ നെഗറ്റീവിലേക്ക് ആയിക്കഴിഞ്ഞിട്ട് ഒന്നിനും മൂടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാറുണ്ട്. അത് അവർ മെൻ്റലി ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബോഡിക്ക് കുറച്ച് ആക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എനർജറ്റിക് ആവും. നമ്മൾ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക, നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുകയോ ചെയ്യാം. അല്ലാതെ നമ്മളിങ്ങനെ കിടക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്കപ്പോൾ ഒട്ടും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് നനഞ്ഞൊരുങ്ങി നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോവാം, ഫ്രഷ് ആവാം, ആളുകളോട് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊരു നല്ലൊരു കാര്യം. ഇവിടെ എനിക്ക് ഭയങ്കര നല്ലപോലെ എനിക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരാറുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് അതൊരു ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് മാറണമെന്ന് നമുക്ക് തോന്നുമ്പോൾ ഞാൻ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വീഡിയോസ്, റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കോമഡിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡാൻസിൻ്റെ ആണെങ്കിൽ ഞാനൊന്ന് വെറുതെ നോക്കട്ടെ, എന്നെക്കൊണ്ടാവുന്ന നോക്കാം. അപ്പോൾ എന്നെക്കാൾ നന്നായി കളിക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ അവരെ മാതിരി ആവാൻ പറ്റില്ലല്ലോ, എനിക്ക് ഞാനാവാനല്ലേ പറ്റുള്ളൂ. ഞാൻ എന്നെ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാൻ നോക്കും. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് നെഗറ്റീവ് ചിന്തിക്കും. എനിക്കറിയാം. ഇതേമാതിരി നമുക്ക് നമ്മളുടെ ഒരു പാറ്റേണിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ബുക്സ് വായിക്കുക, റീഡ് ചെയ്യുക, പാട്ടുകൾ കേൾക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് ആണ് നല്ലത്. ഈവൻ നമുക്ക് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം. എങ്ങനെയാണ് ബ്രീത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ എക്സേൽ ചെയ്യാം. അത് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഉള്ളിലേക്ക് എടുക്കുക, അതൊന്ന് ഹോൾഡ് ചെയ്യുക, അതിനേക്കാൾ കൂടുതൽ എക്സേൽ ചെയ്യുക. നമ്മൾ എക്സേൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പലപ്പോഴും നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ, സങ്കടം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ സങ്കടത്തിനെ പിടിച്ച് നിർത്തുമ്പോൾ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് നമ്മൾ ആ ബ്രീത്തിനെ നമ്മളുണ്ടല്ലോ, ശ്വാസത്തിനെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ആ ബ്രെത്ത് കറക്റ്റ് ആവാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശ്വാസം നല്ല രീതിയിൽ ഉള്ളിലേക്ക് എടുത്ത് അത് പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടാൻ പറ്റണം. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇവന്ന് നോക്കൊന്ന് അടച്ചു പിടിച്ചിട്ട് ഒരു മൂക്ക് കൂടെ നല്ല പോലെ ഉള്ളിലേക്ക് എടുത്ത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പതുക്കെ പുറത്തേക്ക് വിടാം. ആൻഡ് ജസ്റ്റ് ഡു സം മൂവ്മെൻറ്റ്സ്. നമ്മുടെ ശരീരത്തിന് ഇങ്ങനെയൊക്കെ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ്. നല്ലപോലെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ എടുക്കുക, ഒന്ന് വീശുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ചിട്ട് 3 ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ബോഡി പാർട്സിൽ നമ്മളൊന്ന് മൂവ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്മെല്ല് ചെയ്യണതും കാണണതും കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിനൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചിട്ട് മാത്രമാണ്. എന്നും ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്ന് നല്ലപോലെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക എന്നുള്ളത്. ഇഷ്ടംപോലെ നിങ്ങൾക്ക് അങ്ങനത്തെ ഈ പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇനി ഒരു വീഡിയോയുടെ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നല്ലപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ജസ്റ്റ് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് സ്ലോലി പതിയെ പുറത്തേക്കിടാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇൻഹേൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഓക്കെ. എന്നിട്ട് ഞാൻ എക്സേൽ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വിടാം, ഓക്കെ. സ്റ്റാർട്ട്. Inhale, exhale, അങ്ങനെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കുറച്ച് ഓക്സിജനും കാര്യങ്ങളൊക്കെ എത്തണ്ടേ, അമ്മാതിരി ചിന്തിച്ച് കൂട്ടുകയല്ലേ ചെയ്യണത്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. താങ്ക് യു.